സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കണ്ണൂർ തോട്ടട ITI ചൊവ്വാഴ്ച തുറക്കും. ഇന്നലെ രാത്രി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമായത്. സമാധാനം പുനഃസ്ഥാപിക്കാനായി കൊടിമരങ്ങളും പതാകകളും നീക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. KSU-SFI സംഘർഷത്തെ തുടർന്ന് അടച്ച കണ്ണൂർ തോട്ടട ITI ചൊവ്വാഴ്ച തുറക്കാൻ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമായത്. കണ്ണൂർ ACP രത്നകുമാറിന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കൊടിമരങ്ങളും പതാകകളും നീക്കാനും തീരുമാനിച്ചു. 3 വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് യോഗത്തിൽ ധാരണയായി. സംഘർഷം ഒഴിവാക്കാൻ കൊടിമരങ്ങളോ പതാകകളോ വേണ്ട. യൂണിയൻ തെരഞ്ഞെടുപ്പ് ITI ഡയറക്ടറുടെ തീരുമാനപ്രകാരം നടത്താനും യോഗത്തിൽ ധാരണയായി. SFI, KSU, ABVP വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും CPM, കോൺഗ്രസ്, BJP നേതാക്കളും ITI പ്രിൻസിപ്പളും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം സംഘർഷങ്ങളിൽ SFI പ്രവർത്തകനായ അമൽ ബാബുവിനെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാനൂർ സ്വദേശി അമൽ ബാബുവിനെയാണ് സംഘർഷത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോട്ടട പോളിടെക്നിക്കിലെ SFI യൂണിറ്റ് ഭാരവാഹിയായ അമൽ കേസിലെ 11ാം പ്രതിയാണ്. സംഘർഷമുണ്ടാക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തപ്പെട്ടത്. ഈ കേസിൽ അമലിനെ കൂടാതെ 11 SFI പ്രവർത്തകരും 5 KSU പ്രവർത്തകരും പ്രതികളാണ്. അതേസമയം സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ചികിത്സയിൽ തുടരുകയാണ്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.